നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സിലെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ തന്നെ ഫോക്കസ് ഏരിയയിൽ വരുമ്പോൾ കൈൻഡ്സും ടൈപ്സ് ഓഫ് പൊല്യൂഷനും എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനും കൂടെ അപ്പോൾ തീരും. അത്രയേ ഉള്ളൂ അതിൻ്റെ ഫോക്കസ് ഏരിയ. ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കൈൻഡ്സ് എന്ന് വെച്ചാൽ തരം. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി, രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ലീഗൽ റെസ്പോൺസിബിലിറ്റി, മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. അതിൽ ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ സാമ്പത്തികമായ, നമുക്കൊരു ബിസിനസ് പ്രവർത്തനം നിലനിൽക്കണമെങ്കിൽ അത് എക്കണോമിക് ആയിരിക്കണം. എക്കണോമിക് മീൻസ് സാമ്പത്തികമായി നേട്ടം ഉണ്ടാവണം, മെച്ചം ഉണ്ടാവണം. എക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞതിൻ്റെ ആദ്യത്തെ കേസിൽ. അപ്പൊ ബിസിനസ്സിൽ ലാഭത്തിന് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റിയില്ല എങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവും? ഇല്ല. അപ്പോൾ ലാഭത്തിന് വിൽക്കണം. അത് ലാഭത്തിന് വിൽക്കാൻ സാധിക്കണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഡിമാൻഡ് വേണം, ആൾക്കാർ വേണം. അപ്പോൾ ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കുക, ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കുക, എന്നാലേ നിലനിൽക്കൂ. അതാണ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ produce goods and services. Produce goods and services that society wants. Wants means ആഗ്രഹം, ആവശ്യം. സമൂഹത്തിന് വേണ്ട സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. And sell them at a profit. അതെങ്ങനെ വിൽക്കണം? ലാഭകരമായ രീതിയിൽ വിൽക്കാനും പറ്റണം. അപ്പൊ എന്താ പറയുക? ഒന്നാമത്തെ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, produce goods and services that society wants and sell them at a profit. Number 2, ലീഗൽ റെസ്പോൺസിബിലിറ്റി. ലീഗൽ റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ തോന്നിയപടി ബിസിനസ്സിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതെങ്ങനെയായിരിക്കണം? ഓപ്പറേറ്റ്സ് വിത്തിൻ ദ ലോ ഓഫ് ദ ലാൻഡ്. ഓപ്പറേറ്റ്സ് വിത്തിൻ ദ ലോ ഓഫ് ദ ലാൻഡ് എന്ന് വെച്ചാൽ ഇന്ത്യയാണ് നമ്മുടെ ലാൻഡ്, അതിൽ തന്നെ കേരള സംസ്ഥാനം. പൊതുവായി ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന നിയമം നമ്മൾ പാലിക്കപ്പെട്ടുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്പറേറ്റ്സ് വിത്തിൻ ദ ലോസ് ഓഫ് ദ ലാൻഡ്. ലോസ് ഓഫ് ദ ലാൻഡ്, അവിടെ നിലനിൽക്കുന്ന നിയമത്തിന് അനുസൃതമായിട്ടുള്ള ബിസിനസ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥമാണ്. ദെൻ എത്തിക്കൽ. എത്തിക്കൽ എന്ന് വെച്ചാൽ ധാർമ്മികമായ. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് ധാർമ്മികത ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ സ്വന്തമായ നിലയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവന് ദോഷകരമാകരുത്, അതാണ് എൻ്റെ ധാർമ്മികത എന്ന് പറഞ്ഞത്. അത് ഞാൻ പാലിക്കപ്പെടാൻ ബാധ്യസ്ഥനാണ്, നിയമമാണത്. അപ്പൊ എത്തിക്കൽ എന്ന് വെച്ചാൽ ബിഹേവിയർ ഓഫ് ദ ഫേം ദാറ്റ് എക്സ്പെക്ടഡ് ബൈ ദ സൊസൈറ്റി. ബിഹേവിയർ എന്ന് വെച്ചാൽ പെരുമാറ്റം. ഓഫ് ദ ഫേം, നമ്മുടെ സ്ഥാപനത്തിന്റെ പെരുമാറ്റം. ദാറ്റ് എക്സ്പെക്ടഡ് ബൈ ദ സൊസൈറ്റി, സമൂഹം എന്താണോ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ അതിനനുസരിച്ചല്ലേ നമ്മുടെ പ്രവർത്തനങ്ങൾ പാടുള്ളൂ. സ്കൂളിൻ്റെതായ അച്ചടക്കം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഹോസ്പിറ്റൽ, അങ്ങനെയല്ലേ ഓരോ സ്ഥാപനം. അതുപോലെ ഒരു ബിസിനസ് സ്ഥാപനം, അതിനനുസൃതമായേ നമ്മൾ പ്രവർത്തിക്കാവൂ. എന്ന് വെച്ചാൽ സമൂഹം എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് മാത്രമേ ആ ബിസിനസ് സ്ഥാപനം അതനുസരിച്ച് പെരുമാറാവൂ. ദാറ്റ്സ് കൈൻഡ്സ്. അപ്പൊ ഏതൊക്കെ കൈൻഡ്സ് പറഞ്ഞ ഏതൊക്കെ നോക്കിയാട്ടെ. എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ദെൻ ലീഗൽ റെസ്പോൺസിബിലിറ്റി, എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, ദെൻ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അടുത്തത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ പരിരക്ഷ, സംരക്ഷണം എന്നൊക്കെയാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ വലിയ essay ഒക്കെ എഴുതി പഠിപ്പിച്ച ആൾക്കാരാണ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെ കുറിച്ച്. പരിസ്ഥിതി, അന്തരീക്ഷ മലിനീകരണം. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അന്തരീക്ഷം മലിനമാകുന്നു. അന്തരീക്ഷ മലിനീകരണത്തിന്റെ കാരണം നമ്മളിപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും പുറം തള്ളുന്ന പുക, അതുപോലെ തന്നെ നദികളിലോട്ടും മറ്റും ഒഴുക്കിക്കളയുന്ന വേസ്റ്റ് വാട്ടർ, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ എഞ്ചിനുകളും മറ്റും മെഷീനറിയൊക്കെ പ്രവർത്തിക്കുന്ന സൗണ്ടുകൾ, ഇത് അതുപോലെ തന്നെ മറ്റ് ഗ്യാസ് ആൻഡ് സബ്സ്റ്റൻസ് എയറിലേക്ക് വിടുന്നത്, ഇതെല്ലാം അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായി തീരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു പാഠഭാഗമുണ്ട്, അതിനകത്ത് പഠിച്ചു വെച്ചുകൊടുക്കുക. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. അപ്പൊ എന്താണ് പിന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് സെറ്റപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ബിസിനസ് എന്റർപ്രൈസസ് ഫോർ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻസ്. ഒരു ബിസിനസ് പ്രവർത്തിക്കുന്നു, ഒപ്പം ലാഭകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപന സേവനങ്ങളുടെ ഉൽപാദന വിതരണ പ്രക്രിയയാണ്. അവിടെ അവര് അതിനനുസൃതമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിരിക്കണം. സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ബിസിനസ് എന്റർപ്രൈസ് ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. പരിതസ്ഥിതി സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഒരു ബിസിനസ് മുന്നോട്ട് പോകാവും. അതിലൊന്ന്
എ ഡെഫിനിറ്റ് കമ്മിറ്റ്മെന്റ് ബൈ ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റിന്റെ എന്ന് വെച്ചാൽ ബിസിനസ് സ്ഥാപനത്തിന്റെ യഥാർത്ഥ അതിന്റെ നിയന്ത്രകർ ടോപ്പ് മാനേജ്മെന്റ് കൃത്യമായിട്ടും അതിൽ ഇടപെട്ടിരിക്കണം. ടു ക്രിയേറ്റ് എ വർക്ക് കൾച്ചർ ഫോർ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ. വർക്ക് കൾച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രവർത്തന രീതി, പ്രവർത്തന സംസ്കാരം, നമ്മളൊരു ജോലി അതിനനുസൃതമായിട്ട് സംസ്കാരം മെച്ചപ്പെടുത്തിയെടുക്കണം. നമ്മൾ അന്തരീക്ഷത്തെ മലിനമാക്കില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഏകദേശം മിക്കവാറും ആൾക്കാർ പ്ലാസ്റ്റിക്കുകളൊന്നും പെരയിടത്തിലേക്ക് വലിച്ചെറിയില്ല. നമ്മളൊരു സ്ഥലത്ത് കൂട്ടിവെക്കും, കത്തിക്കും, അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്തിൽ നിന്ന് വരുന്ന വണ്ടിയിൽ കൊടുത്തുള്ളൂ. അങ്ങനെ ഒരു കൾച്ചർ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ? അതേപോലെ തന്നെ സ്ഥാപനത്തിലെ ടോപ്പ് മാനേജ്മെന്റ് എപ്പോഴും കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം. വർക്ക് കൾച്ചർ ഫോർ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ. നമ്മൾ അന്തരീക്ഷത്തെ മലിനീകരണം ഉണ്ടാക്കത്തില്ല. ആ രൂപത്തിലുള്ള വർക്ക് സംസ്കാരമായിരിക്കും നമ്മളുടേത് എന്ന് നമ്മൾ ദൃഢപ്രതിജ്ഞ ചെയ്യുക. നമ്പർ 2, ഡെവലപ്പിംഗ് എ ക്ലിയർ കട്ട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പർച്ചേസിംഗ് ഗുഡ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ്, ദെൻ യൂസിംഗ് സയന്റിഫിക് ടെക്നിക്സ് ഫോർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. നമ്മൾ വ്യക്തമായ, അതിനെയാണ് ക്ലിയർ കട്ട് എന്ന് പറയുക. ക്ലിയർ കട്ട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. പോളിസി, നയങ്ങളും നയരൂപീകരണത്തിനെയാണ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അത് വ്യക്തമായിരിക്കണം. എങ്ങനെ വ്യക്തമായിരിക്കണം? പർച്ചേസിംഗ് ഗുഡ് ക്വാളിറ്റി റോ മെറ്റീരിയൽ. അസംസ്കൃത വസ്തുക്കൾ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ ഗുണനിലവാരമില്ലാത്ത അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയാൽ ജീവനും സ്വത്തിനും അന്തരീക്ഷത്തിനും ഒക്കെ തന്നെ ഹാനികരമാകുന്ന രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ ഗുണനിലവാരമുള്ള അസംസ്കൃത വസ്തുക്കളെ നമ്മൾ വാങ്ങുള്ളൂ എന്ന ഒരു നയരൂപീകരണം. ഒപ്പം സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്സ്, ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ഫോർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. നമ്മൾ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മളെ ഫാക്ടറികൾ, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് എന്നാണ് പറയുക. നമ്മൾ പുറംതള്ളുന്ന മാലിന്യങ്ങൾ ഒരുപാട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിനെയൊക്കെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലാതാക്കും, അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ ഡിസ്പോസ് ചെയ്യും. ഒപ്പം നമ്മൾ ഗുണനിലവാരമുള്ള ക്വാളിറ്റി അസംസ്കൃത വസ്തുക്കളെ ഉപയോഗിക്കൂ. അങ്ങനെയുള്ള ഒരു വ്യക്തമായ നയം രൂപീകരിക്കപ്പെടുക. ദെൻ complying with the law enacted by the government for prevention of pollution. നമ്മൾ വ്യക്തമായ നിയമങ്ങൾ നിർമ്മാണം നടത്തുക. അതായത് ലോ ഇനാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഗവൺമെന്റ് ശക്തമായ വ്യക്തമായ നിയമനിർമ്മാണം നടത്തണം ഫോർ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ. നമ്മൾ നിയമം മൂലം അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണത്തിന് അല്ലെങ്കിൽ ഹാനികരമാക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടത്തില്ല എന്ന് ഗവൺമെന്റിന്റെ ചില നിയമനിർമ്മാണങ്ങൾ. എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ഫാക്ടറികളൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അതിന്റെ പുകക്കുഴലുകൾ ഇത്ര അടി ഉയരത്തിൽ മാത്രമേ സ്ഥാപിക്കാവൂ എന്ന് സർക്കാർ നിയമമാണ്. അതനുസരിച്ചല്ലെങ്കിൽ ആ ഫാക്ടറിക്ക് ലൈസൻസ് കിട്ടത്തില്ല. ഇനി നിങ്ങൾ തന്നെ നമ്മുടെ വീട് വെക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് കുഴിയെടുക്കണം, അത് കോൺക്രീറ്റ് ചെയ്തിരിക്കണം, ഇത്ര അടിയിലായിരിക്കണം, ഇത്ര ആഴത്തിലായിരിക്കണം, ചെയ്യാറില്ലേ? ഒപ്പം തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, നമ്മൾ മാലിന്യങ്ങൾ ഒഴുക്കി കളയാൻ പാടില്ല. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. അതാണ് ലോ ഇനാക്ട് ചെയ്യുക, അതിനനുസൃതമായിട്ടുള്ള നിയമങ്ങൾ. ദെൻ പാർട്ടിസിപ്പേഷൻ ഇൻ ഗവൺമെന്റ് പ്രോഗ്രാംസ് relating to clearing polluted rivers, plantation of trees. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരണ്ട, നദികളും മറ്റും പൊല്യൂട്ടഡ് ആയിട്ടുള്ള റിവേഴ്സിനെ ക്ലീൻ ചെയ്യുക, നദികളും മറ്റും ജല പദ്ധതികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഒപ്പം പ്ലാന്റേഷൻ ഓഫ് ട്രീസ്, കൂടുതൽ മരങ്ങളും മറ്റും വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിന്റെ മലിനീകരണ തോതിനെ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഗവൺമെന്റ് പ്രോഗ്രാംസിൽ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബിസിനസ് സ്ഥാപനങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുക. Then arranging seminars and training for. സെമിനാറുകൾ, ട്രെയിനിങ്ങുകൾ, പരിശീലന പദ്ധതികൾ, ചർച്ചാ ക്ലാസുകളെല്ലാം സംഘടിപ്പിക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ ഫോർ ടെക്നിക്കൽ ഇൻഫർമേഷൻ, സാങ്കേതികമായിട്ടുള്ള അറിവുകൾ പകരുക, സാങ്കേതികതകൾ പകർന്നു നൽകുക. Then actively engaged in pollution control programs. നിങ്ങളെപ്പോലുള്ള, എന്നെപ്പോലുള്ള പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാംസ്, അന്തരീക്ഷ മലിനീകരണ യജ്ഞത്തിൽ പങ്കാളികളാകാനുള്ള സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന പദ്ധതികൾ, സെമിനാറുകൾ, പരിശീലന പാഠ്യ പദ്ധതികൾ ആവിഷ്കരിക്കുക. Then arranging seminars and training for technical informations, actively engaged in pollution control programs. ഇതാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ. സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ബിസിനസ് എന്റർപ്രൈസസ് ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഇത്തരം കാര്യങ്ങൾ ടോപ്പ് മാനേജ്മെന്റ് തന്നെ നമ്മൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്യില്ല എന്നും അവര് അതിനനുസൃതമായിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ഉണ്ടാക്കുക, വ്യക്തമായിട്ടുള്ള പോളിസികൾ തയ്യാറാക്കുക, അതായത് നല്ല ഗുണനിലവാരമുള്ള റോ മെറ്റീരിയൽസെ ഉപയോഗിക്കും. അതുപോലെ തന്നെ വ്യക്തമായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യും. വ്യക്തമായ നിയമങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ, പൊല്യൂഷൻ ഗവൺമെന്റ് ഇനാക്ട് ചെയ്തിട്ടുണ്ട്, അതിനോട് നമ്മൾ യോജിച്ച് പ്രവർത്തിക്കും.
അതുപോലെ തന്നെ റിവറുകൾ, പ്ലാന്റേഷൻ ഓഫ് ട്രീസ്, ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിൽ ഗവൺമെന്റിനോട് പങ്കെടുത്ത് പ്രവർത്തിക്കും. ദെൻ അതുപോലെ തന്നെ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാംസിൽ മറ്റും ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സും സേനാസും സംഘടിപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾ. ദെൻ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണമെന്നില്ല, നിങ്ങൾക്ക് എന്നെ കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ്. പൊല്യൂഷൻ, അതിൽ എയർ പൊല്യൂഷൻ ഉണ്ട്, അന്തരീക്ഷം ഉണ്ട്, വാട്ടർ ജലമലിനീകരണമുണ്ട്, ലാൻഡ് ഉണ്ട്, നോയ്സ് ശബ്ദ മലിനീകരണമുണ്ട്. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ഒരു മാർക്കിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. അതിൽ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ് മലിനീകരണം എന്ന് ചോദിച്ചാൽ ഹാനികരമായിട്ടുള്ള സബ്സ്റ്റൻസുകൾ അന്തരീക്ഷത്തിലേക്ക് വരുന്നത് വഴി അന്തരീക്ഷം മലിനമാകുന്നതിനെയാണ് അത് ഹ്യൂമൻ ലൈഫിനും മറ്റ് ജീവജാലങ്ങളുടെ ജീവനും ഒക്കെ അല്ലെങ്കിൽ അപകടകരമായ രീതിയിലാകുന്നതിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുക. അപ്പൊ എങ്ങനെ പൊല്യൂഷൻ മീൻസ് ഇൻജെക്ഷൻ ഓഫ് ഹാർംഫുൾ സബ്സ്റ്റൻസസ്, ഹാനികരമായിട്ടുള്ള വാതകങ്ങളാകാം, ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ, അതായത് സബ്സ്റ്റൻസസ്, ഹാർംഫുൾ സബ്സ്റ്റൻസിനെ പുറംതള്ളുക. ഇൻജെക്ഷൻ ഓഫ് ഹാർംഫുൾ സബ്സ്റ്റൻസസ് ഇൻ ടു എൻവയോൺമെന്റ്, നമ്മൾ പരിസ്ഥിതിയിലേക്ക് ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എടുത്തെറിയുക, വിച്ച് കോസസ് സീരിയസ് ഡാമേജസ് ടു ഹ്യൂമൻ ആൻഡ് അതർ ലൈഫ്. മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം അത് ബാധിക്കും. ഉദാഹരണത്തിന് സസ്യജാലങ്ങൾ ഇല്ലാതെ വന്നാൽ ഫ്രഷ് എയർ കിട്ടാതെ വരും. അതാണ് വനനശീകരണം, മണ്ണിടിച്ച് ഫ്രഷ് എയർ കിട്ടാതെ വരിക. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്റെ ജീവനും സ്വത്തിനും തന്നെ ഹാനികരമാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ മുമ്പിൽ ഉള്ള അനുഭവങ്ങളാണ്. ഇതൊന്നും സംഭവിക്കരുത്. ഇതിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുക. പൊല്യൂഷൻ മീൻസ് injection of harmful substances in the environment which causes serious damages to human and other life. Major cause പറയുമ്പോൾ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ലോവേഴ്സ് ദ എയർ ക്വാളിറ്റി. അന്തരീക്ഷത്തിലേക്ക് ഫാക്ടറികളിൽ നിന്നും മറ്റും പുറന്തള്ളപ്പെടുന്ന പുക, മറ്റു കാര്യങ്ങളെല്ലാം അന്തരീക്ഷത്തിന്റെ ഓക്സിജന്റെ അളവുകൾ, നൈട്രജന്റെ അളവുകൾ ഇതെല്ലാം കുറയ്ക്കും. ഓക്സിജന്റെ അളവ് കുറച്ചാൽ നമുക്ക് ആവശ്യത്തിന് നല്ല പ്യൂർ ഓക്സിജൻ കിട്ടാതെ. നൈട്രജൻ മറ്റ് സസ്യജാലങ്ങളുടെ മറ്റും വളർച്ചയ്ക്കും മറ്റും ഹാനികരമായിട്ട് ബാധിക്കും. ഇത് മൊത്തത്തിൽ ബാധിക്കുന്നു. അതിനാണ് എയർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ കെമിക്കൽ ആൻഡ് വേസ്റ്റ് ഡംപിങ് ഇൻ ദ വാട്ടേഴ്സ്. നമ്മൾ ഫാക്ടറികളിൽ നിന്നും മറ്റുമൊക്കെ ഈ ഓട മറ്റും നിർമ്മിച്ചിരിക്കുന്ന മിക്കവാറും കടലുകളും ജലാശയങ്ങളിലൊക്കെയാണ്. അവിടുത്തെ മത്സ്യസമ്പത്ത് നശിവും, നല്ല ജലം അല്ലെങ്കിൽ കുടിവെള്ളം പ്രശ്നം ഉണ്ടാവും, അങ്ങനെ വരുന്ന കാര്യം. അടുത്ത ലാൻഡ് എന്ന് പറയുമ്പോൾ ടോക്സിക് വേസ്റ്റേജ് ഉണ്ട്. ടോക്സിക് വേസ്റ്റുകൾ നമ്മൾ പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ മണ്ണിലേക്ക് എടുത്തെറിയും. അത് അഴുകാതെ അല്ലെങ്കിൽ നശിച്ചു പോകാതെ കിടക്കും, മണ്ണിന്റെ ഫലഭൂഷ്ടിയെ ബാധിക്കും. ജലം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങത്തില്ല, മറ്റ് സസ്യജാലങ്ങൾ ഉണ്ടാവത്തില്ല. അതിനെ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുക. ദെൻ ലാസ്റ്റ് വന്നിട്ട് നോയ്സ് പൊല്യൂഷൻസ്. ഹെവി ആയിട്ടുള്ള എന്താണ് വോയിസുകൾ നമ്മുടെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ് നോയ്സ് പൊല്യൂഷൻസ്. അത് വലിയ തോതിൽ അളവിൽ ഡെസിബലിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങളും മറ്റും ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ബിസിനസ് എന്റർപ്രൈസ് ഫോർ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. ദെൻ കൈൻഡ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ആ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ എല്ലാം തീർന്നിട്ടുണ്ട്. അതിന്റെ നോട്ട്സ് ഇപ്പോൾ തന്നെ PDF ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.